നമസ്കാരം. UDF രാഷ്ട്രീയം രാജൻ ബാബു വിഷയത്തിൽ തന്നെ തങ്ങി ഉടക്കി നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തേതും. ഏതായാലും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന വാർത്തയെ ശരിവെക്കുന്ന രീതിയിൽ വിജിലൻസിന്റെ നിരീക്ഷണങ്ങളും കൂടി വരുന്നു. മൈക്രോ ഫിനാൻസിന്റെ പേരിൽ SNDP യോഗം തട്ടിപ്പ് നടത്തിയെന്ന് വിജിലൻസ് 80.3 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നതായി രഹസ്യ പരിശോധനയിൽ കണ്ടെത്തതായി വിജിലൻസ് പ്രത്യേക കോടതിയിൽ അറിയിച്ചു. VSന്റെ ഹർജി പരിഗണിക്കവെയാണ് വിജിലൻസ് ഇക്കാര്യം അറിയിച്ചത്. അതോടൊപ്പം തന്നെ പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം, രാജൻ ബാബുവിന്റെ നിലപാട്, വെള്ളാപ്പള്ളിയുടെ അഭിഭാഷകനായ രാജൻ ബാബു ചെയ്തത് മുന്നണിക്ക് നിരക്കാത്ത കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാജൻ ബാബുവിനെതിരെ കൈക്കൊള്ളേണ്ട നടപടി UDF തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളി വഴി UDFുമായി ബന്ധം സ്ഥാപിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. ഈ വിഷയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം, പൊതുവിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങൾ തന്നെയാണ് ഇന്നും ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുക. നമ്മളൊപ്പം തത്സമയം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ ശ്രീ A. റഹീം, ഒപ്പം തന്നെ ശ്രീ M. വിൻസെന്റ്, ശ്രീ ഫക്രുദ്ദീൻ എന്നിവർ ചേർന്നു. ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ അഡ്വക്കേറ്റ് B. ഗോപൻ, JSS സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹവും ഒപ്പം തന്നെ ശ്രീ KK ഷാജുവും ടെലിഫോൺ ലൈനിൽ ചേർന്നതാണ്. ആദ്യം തന്നെ ശ്രീ M. വിൻസെന്റ്, ഇവിടെ നിലപാടിന്റെ വലിയൊരു പ്രശ്നമാണ്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി BJPക്കൊപ്പം ചേർന്നു, വലിയ വിവാദങ്ങൾ, ആർശങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും ഒക്കെ തന്നെ വലിയ വാക്ക് തർക്കങ്ങളിലേക്ക് പോയൊരു സാഹചര്യം ഒക്കെ ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രാജൻ ബാബുവിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം താങ്കൾ ഉൾപ്പെടുന്ന വ്യക്തികൾക്കുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ 5-ാം തീയതി തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും അസന്നിഗ്ധമായി തന്നെ യാതൊരു സംശയങ്ങൾക്കും ഇട നൽകാത്ത വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. KPCC പ്രസിഡൻറ്റും അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി നേതാവും പറഞ്ഞതിനപ്പുറം പിന്നെ ആരെങ്കിലും ഇതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല. ഇവിടെ ശ്രീ AN രാജൻ ബാബു എടുത്തത് മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്ത ഒരു നിലപാടാണ് ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്നതിനും മതസഹിഷ്ണുത തകർക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്കെതിരെ KPCC അധ്യക്ഷനാണ് പരാതിക്കാരനായി പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ റിട്ടൺ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നത്. അങ്ങനെ ഒരു മുന്നണിയെ നയിക്കുന്ന ഒരു കക്ഷിയുടെ പ്രസിഡൻ്റ് പരാതിക്കാരനായിട്ടുള്ള ഒരു കേസിൽ പോയി അതിൻ്റെ എതിർകക്ഷിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനോടൊപ്പം കോടതിയിൽ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്തതാണ്. ആ കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇതിന് ശക്തമായ നടപടി ഘടകകക്ഷികളുമായി ആലോചിച്ച് എടുക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ശ്രീ A. റഹീം, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതായാലും ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന നിലപാടുകളായാലും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പൊളിറ്റിക്സ് രാജൻ ബാബുവിനെ പോലെ അറിയാതെയല്ല. പക്ഷെ എന്നിട്ടും ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നത് സംശയാസ്പദമല്ലേ? രാജൻ ബാബുവിനെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഇപ്പോൾ കയറി പറയാൻ പറ്റുന്ന ചില രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഒന്ന്, JSS വളരെയധികം ശിഥിലമാണ്. JSSൻ്റെ പ്രധാനപ്പെട്ട JSS തന്നെ KR ഗൗരിയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് സഹകരിക്കുന്നത്. ഇന്ന് KK ഷാജുവിൻ്റെ നേതൃത്വത്തിലൊരു തുച്ഛമായൊരു വിഭാഗമാണുള്ളത്. വല്ലാത്തൊരു ആശങ്കയിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്ന് കൂട്ടാൻ കഴിയാത്ത വലിയൊരു രാഷ്ട്രീയ അസ്തിത്വം എന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് ഇന്ന് JSS. അതിൽ രാജൻ ബാബുവിനെ കുതിര കയറാൻ പറ്റുന്നത് കൊണ്ട്, വലിയ എളുപ്പമായതുകൊണ്ട് കോൺഗ്രസിലെ പല നേതാക്കളും കയറുന്നതാണ്. നിങ്ങളിത് പറയുന്നതല്ലാതെ എന്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി ഒരു നടപടി എടുക്കുന്നില്ല? എന്തിനാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഒന്ന്. രണ്ട്, ഈ വെള്ളാപ്പള്ളിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് കൊടുത്ത പരാതിയാണെന്ന് ശ്രീ വിൻസെന്റ് അവകാശപ്പെടുകയുണ്ടായി. എന്ത് നിലപാടാണ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ളത്? ഗവൺമെൻറ് പോളിസി എന്തായിരുന്നു വെള്ളാപ്പള്ളിക്കെതിരെ? വെള്ളാപ്പള്ളി നടത്തിയ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ എതിർത്ത, തുറന്നു കാണിച്ച ആ പ്രസംഗത്തിനെ തുടർന്ന് 2 ദിവസത്തിന് ശേഷം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം നമുക്ക് കേസെടുക്കാൻ പ്രകോപനപരമായ വിഭാഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രസംഗത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കേസെടുക്കാവുന്നതാണ്. നേരിട്ട് SHOക്ക് കേസെടുക്കാം. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കാം. കേസെടുത്തില്ല എന്ന് മാത്രമല്ല, FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഒരു നീക്കവും നടന്നില്ല. പോട്ടെ, അദ്ദേഹം ജാഥ നടത്തുന്നു, ആ രാഷ്ട്രീയ മര്യാദ കൊടുത്തു എന്ന് അവർ പറയട്ടെ ജനാധിപത്യപരമായി. ജാഥ കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തില്ല. അദ്ദേഹത്തിന് ഹൈക്കോടതി പോകാനുള്ള അവസരം കൊടുത്തു. ഹൈക്കോടതി ചെന്നപ്പോഴോ പ്രോസിക്യൂഷൻ ഭാഗം വളരെ ദുർബലമായതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത നഗ്നമായ നിയമലംഘനത്തെ വലിയ കുഴപ്പമില്ലാത്ത വിധം ഹൈക്കോടതി നിരീക്ഷിച്ചു. എന്നിട്ട് കോടതിയെ ചീത്ത വിളിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, രാജൻ ബാബുവിനെതിരെ VM സുധീരൻ കാണിക്കുന്ന ഈ
നിലപാട്, കോൺഗ്രസ്സിലെ ഒരു വിഭാഗം കാണിക്കുന്ന ഈ നിലപാട് എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരായ കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ ലാഘവത കാണിച്ച ഗവൺമെൻറ്റിനെതിരെ, കേരള പോലീസിനെതിരെ KPCC പ്രകടിപ്പിക്കുന്നില്ല? ഇതിരട്ടത്താപ്പാണ്, യാതൊരു സംശയവുമുണ്ട്. ഇവിടെ രാജൻ ബാബുവിനെ കയറി എന്തെങ്കിലും പറയാൻ പറ്റും? കാര്യം അത്ര ദുർബലമാണ് രാജൻ ബാബുവിൻ്റെ പാർട്ടി. രാജൻ ബാബുവിന് എന്തെങ്കിലും ഉണ്ടോ? പേടിപ്പിച്ചാൽ ഗൺ പോയിന്റ് നിർത്താൻ കഴിയും. KK ഷാജുവിൻ്റെ പാർട്ടി ഗൺ പോയിന്റ് നിർത്താൻ കഴിയും. ഇന്നൊരു മാധ്യമത്തിൽ രാവിലെ KK ഷാജു ശ്രീ രാജൻ ബാബു ഉണ്ട് വളരെ ധൈര്യമായി പറയുന്നു, എന്നെ രാവിലെ KPCC പ്രസിഡന്റ് വിളിച്ചു, ഇനി രാജൻ ബാബുവിനെ UDF പങ്കെടുക്കാൻ പറ്റുന്നത്, ഞങ്ങൾ പെരുവഴിയിലായി പോവും എന്ന വിലാപമാണുള്ളത്. LDFിലേക്ക് KR ഗൗരി ഉൾപ്പെടെയുള്ളവർ വന്നു, ഇനിയിപ്പോൾ ഉള്ളത് ഞങ്ങൾ പെരുവഴിയിലായി പോകും. യഥാർത്ഥത്തിൽ KK ഷാജു ഉൾപ്പെടെയുള്ളവരെ ആ നിലയിൽ ഗൺ പോയിന്റിൽ നിർത്താനും മറ്റും പറ്റുന്നൊരു രാഷ്ട്രീയ സാഹചര്യം, JSന്റെ ദുർബലത അതിന്മേൽ കോൺഗ്രസ് പറയുന്നതല്ലാതെ KPCCക്കും കോൺഗ്രസിനും ഗവൺമെൻറ്റിനും വെള്ളാപ്പള്ളിയുടെ ഇത്തരത്തിലുള്ള വർഗീയമായ നടപടികളോട് യാതൊരുവിധ താല്പര്യവുമില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും വെള്ളാപ്പള്ളിക്കെതിരെ ഇവർ യാതൊരു നടപടിയെടുക്കുന്നില്ല. വെള്ളാപ്പള്ളിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? വെള്ളാപ്പള്ളി നേരിട്ട് നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരാണ് അടൂരും പത്തനംതിട്ടയിലും തട്ടിപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഉയർന്നു വന്ന പരാതികൾ, ആ പരാതിയുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ, ആ കേസുകളിലൊക്കെ വെള്ളാപ്പള്ളിയുടെ റോളിനെ കുറിച്ച് എന്തുകൊണ്ട് കേരള പോലീസ് അന്വേഷിക്കുന്നില്ല? ഒരു സംശയവും വേണ്ട, വെള്ളാപ്പള്ളിയുമായി ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ബാന്ധവം, അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗമാണ് രാജൻ ബാബുവിലൂടെ പുറത്തു വന്നത്. അവിടെയാണ് പറഞ്ഞത്. ഇപ്പോൾ അഡ്വക്കേറ്റ് B. ഗോപൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ഗോപൻ, ഇവിടെ രാജൻ ബാബു ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെ ശ്രീ റഹീം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സമീപകാല കേരള രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ മതവിദ്വേഷം, ആ തരത്തിൽ ഉള്ള പ്രസംഗം, അതിലെടുത്ത നിലപാട് ഒരു പരിധിവരെ കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും അതിലൊക്കെ ഭിന്ന സ്വരങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തു. ഒരുപക്ഷെ ഈ ഒരു നിലപാടുകളെ ഒക്കെ താരതമ്യപ്പെടുത്തി വേണ്ടേ രാജൻ ബാബുവിന്റെ വിഷയത്തിലുള്ള നിലപാടുകളെ പരിഗണിക്കാൻ? ശ്രീ ഗോപൻ. തീർച്ചയായും ഇത് യഥാർത്ഥത്തിൽ ഈ രാജൻ ബാബുവിന്റെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന പോലെ തന്നെയാണ് കുറെ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. ഈ JSS എന്നുള്ള പേര് ഉപയോഗിക്കാൻ ഇവർക്ക് രാഷ്ട്രീയമായിട്ടോ ധാർമ്മികമായിട്ടോ നിയമപരമായിട്ടോ യാതൊരു അവകാശവുമില്ല. കാരണം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് JSS എന്ന് പറയുന്നത് സഖാവ് KR ഗൗരിയമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അത് രാജൻ ബാബുവിന് ആ പേര് ഉപയോഗിക്കാനുള്ള അവകാശമില്ലെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ രാഷ്ട്രീയം വയറ്റിപ്പിഴപ്പായിട്ട് കൊണ്ടു നടക്കുന്നവർ ഗൗരിയമ്മയുടെ പേരിൽ ഒരു നാടകം കളിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ KK ഷാജു കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. രാജൻ ബാബു ആകട്ടെ ഉമ്മൻചാണ്ടിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. ഉമ്മൻചാണ്ടി ഇതിനകത്തൊരു കപട നാടകം കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രാജൻ ബാബു എന്ന് പറയുന്ന ഒരു മീഡിയേറ്ററിലൂടെ വെള്ളാപ്പള്ളിയുമായി ബന്ധം സ്ഥാപിക്കാനും തന്റെ ബദ്ധവൈരിയായിട്ടുള്ള സുധീരനെതിരായി വെള്ളാപ്പള്ളിയും കൂടെ ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് രാജൻ ബാബുവിനെ വിനിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് രാജൻ ബാബു വളരെ ധൈര്യപൂർവ്വം പറയുന്നത് നടപടി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദ്ദേഹം ഇന്നലെയും ഒക്കെ ആവർത്തിച്ചിരിക്കുന്നത് UDF എനിക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ എടുക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ സപ്പോർട്ട് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയാണ് രാജൻ ബാബുവിനെ ഒരു മീഡിയേറ്ററായി വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയുമായും സംഘപരിവാറുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ശ്രീ ഗോപൻ, തിരികെ എത്താം. ഫക്രുദ്ദീൻ, ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ രാജൻ ബാബുവിനെ പോലെയുള്ള ഒരാൾ ഒരു സർക്കാർ തന്നെ പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ സ്റ്റേണായ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ഇത്ര കൂളായി പോയി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാനാകുമോ? ആവില്ല. ഇപ്പോൾ CPM പറ്റുമോ, CPI പറ്റുമോ, LDFിൽ പറ്റുമോ? അന്നപ്പം പിണറായി അല്ലെങ്കിൽ കാനൻ രാജേന്ദ്രനെ ചെവിക്കടിച്ച് പുറത്താക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഞാൻ പേര് പറഞ്ഞുകൊണ്ട് റഹീം പേടിക്കണം, LDF നേതൃത്വം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതല്ല സംഭവം. ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഗോപൻ പറഞ്ഞാണ് അതിൻ്റെ വളരെ കൃത്യമായി. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമുണ്ട്, അത് ഘടകകക്ഷികളിലേക്ക് നീളുന്നുണ്ട്. ലീഗിനെയും മാണിനെയും ഒന്നും പുലർത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട് ഇതിലുണ്ട്. രാജൻ ബാബു നമുക്ക് വളരെ കൃത്യമായിട്ട് രാജൻ ബാബു എടുക്കുന്ന നിലപാടുകൾ, സുധീരൻ എന്ത് നിലപാട് എടുത്തോ അതിൻ്റെ ഘടകവിരുദ്ധമാണ്. സുധീരൻ വളരെ കൃത്യമായി രാജൻ ബാബുവിനെതിരെ നിലപാടെടുത്തു. ഉമ്മൻചാണ്ടി എന്താണ് കൃത്യം വ്യക്തമാക്കി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് വൈകുന്നത്? എന്തുകൊണ്ടാണ് ആക്ഷനിലേക്ക് പോകാത്തത്? വളരെ കൃത്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ മനസ്സിലാക്കുക. BJP കേരളത്തിലൊരു പ്ലാൻ ഉണ്ട്. അത് CPM തകർക്കുക എന്നുള്ളതാണ്. CPM തകർത്താനുള്ള ഗുണമെന്ന് വെച്ചാൽ കേരളത്തിൽ സെക്യുലർ കൾച്ചർ അങ്ങ് ഇല്ലാതാവും.
സെക്കുലർ കൾച്ചർ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിംസ്, അതുപോലെ ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ നായന്മാർ, ഈഴവാസ്, ഇവരൊക്കെ താരതമ്യേന ഭേദപ്പെട്ട അവസ്ഥയിലാണ്. ദളിതന്മാരുടെ കാര്യം, ആദിവാസികളുടെ കാര്യം കുറച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഗ്രൂപ്പൊക്കെ ഭേദപ്പെട്ട യൂസഫ് അലിമാരോട്ട് കുജേലന്മാർ വരെ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അപ്പോൾ ഇതങ്ങ് അടി തുടങ്ങില്ല. ഇവരൊക്കെ സംഘടിതരാണ്. നായന്മാർ സംഘടിതരാണ്, ഈഴവർ സംഘടിതരാണ്, മുസ്ലിംസ് സംഘടിതരാണ്, ക്രിസ്ത്യൻസ് സംഘടിതരാണ്. ഇവരങ്ങ് അടി തുടങ്ങും. അപ്പോൾ കേരളത്തിന് ഇവരുടെ ലാബറട്ടറി ആക്കി ഇവർക്ക് മാറ്റാൻ പറ്റും BJP-ക്കാർ. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് കണ്ണൂരും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളൊക്കെ, കണ്ണൂർ CPM-ന് പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ സംഘർഷം ഉണ്ടാകുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും. ആ CPM കണ്ണൂരിലെ കൊടിയിൽ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കണ്ണൂർ പറയുമ്പോൾ CPM BJP സംഘർഷത്തിന് എന്താ കളമൊരുക്കുന്നത് അല്ലെങ്കിൽ അതിന് പിന്നെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഇന്ന് ആദർശത്തിന്റെ പരിവേഷം ഇടും. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ CPM-നെ തോൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം? CPM-നെ തോൽപ്പിക്കുന്ന സത്യം ഇവരെ ഇപ്പം കിട്ടുന്ന ഈഴവ വോട്ടുകൾ പോകാൻ പാടില്ല. ഇവർക്ക് കുറച്ച് ഈഴവ വോട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈഴവ വോട്ടുകൾ പോകാതിരിക്കണം എന്ത് വേണം? വെള്ളാപ്പള്ളി ഗണേശൻ കൃത്യമായി സിഗ്നൽ കൊടുത്ത് അയാളെ കൂടെ നിൽക്കുന്ന ആളുകൾ ഏതായാലും BJP-ക്ക് വോട്ട് ചെയ്യും. റഹീം പറഞ്ഞതിനെ കുറച്ചൊക്കെ പക്ഷേ അഡ്ജസ്റ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കോൺഗ്രസിന് കിട്ടുമായിരിക്കും. ഏതായാലും ഒരു ഈഴവ ഫേസ് തന്നെയാണ് ഗൗരിയമ്മയുടെ പാർട്ടി. ഈഴവ രാഷ്ട്രീയം കൂടിപ്പോയതുകൊണ്ടാണല്ലോ ഗൗരിയമ്മനെ ചവിട്ടി പുറത്താക്കേണ്ടി വന്നത്. അറിയാലോ, എല്ലാത്തിനും ഈ പാർട്ടി എന്ന് വെച്ചാൽ അത് സെക്യുലർ പാർട്ടിയാണ്. എന്ത് ആയിരസ് ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എന്നാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇടതുവശത്തെ സ്ഥാനമില്ല. അതാണല്ലോ ഇടതുവശത്തെ സ്ഥാനം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ് തന്നെ റഹീം വ്യക്തമാക്കുന്നു വിചാരിക്കും. അപ്പം ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രാജൻ ബാബു എന്ന് വെച്ചാൽ ഒരു ഈഴവ ഫിഗറാണ്. അപ്പോൾ ഈ ഈഴവ ഫിഗറിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പം ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടെന്ന് ഒരു തോന്നലുണ്ടാക്കുക. കൂടെ തന്നെ സുധീരൻ്റെ പാരയാണ്. സുധീരൻ വലിയ വർത്താനൊന്നും പറയണ്ട, ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലെ സുധീരൻ ജാഥ നടത്തി പിറ്റേന്ന് തന്നെ എന്തിനാ ഈ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഒരു ജാഥയും കൂടി പ്ലാൻ ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ മനസ്സിലാക്കിയത് ശരിയാണ്. എന്തിനാണ് ജാഥ നടത്തുന്നത്? അത് ഈ ഗ്രൂപ്പ് കളിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാനങ്ങളുണ്ട് ഈ രാജൻ ബാബു കളിക്കുന്ന കളിക്ക്. മാത്രം പിന്നെ കോൺഗ്രസ് ഇത് പുതുമയൊന്നല്ല. ഈ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ട് പല പിന്നെ എന്താ പറയുക നടപടികൾക്കെതിരെയും ഇവരുടെ പിന്നെ കേന്ദ്ര നേതാക്കന്മാർ വക്കീലന്മാരെന്നെ ഹാജരായതൊക്കെ നമുക്കറിയാം. കോൺഗ്രസിൽ അങ്ങനെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വന്നെങ്കിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ ഗ്രൂപ്പ് രാഷ്ട്രീയവും ജാതി രാഷ്ട്രീയക്കാരും അവിടെയാണ് ശ്രീ വിൻസെന്റ് ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെട്ട ഒരു പക്ഷേ ചെന്നിത്തലയുടെ ആ കത്തിൽ ഞാൻ കോട്ട് ചെയ്ത് പറയുകയാണ്, ആ വിധത്തിൽ പോയതും ഒക്കെ തന്നെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെയായിരുന്നു. അതുതന്നെയാണ് ഇവിടെയും ഈ ഒരു വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പൊതുവിൽ ചർച്ചയിൽ ഉയർന്നത്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ ഫക്രുദ്ദീനും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗോപനും ഒക്കെ പറഞ്ഞത് യാതൊരു യുക്തിക്ക് നിരക്കാത്തതും യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ തലയ്ക്ക് ആരോപിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ എടുത്ത പരസ്യമായ നിലപാട് ഇവിടെ വളരെ വ്യക്തമാണ്. അതിൽ നിങ്ങൾ എന്തിനാണ് സംശയം കാണുന്നത്? അതിലെന്തിനാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നത്? ഇതിനകത്ത് രാജൻ ബാബു പോയതിന് കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തുക, ഇതൊരു അസാമാന്യമായ മെയ്വഴക്കമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ VM സുധീരനും ഇവിടെ പിന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നിന്ന് ജാഥ നടത്തുന്നതിനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ രാജൻ ബാബുവിനടുത്ത് കോൺഗ്രസിന്റെ തലയ്ക്ക് അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ BJP-യുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ കോൺഗ്രസിനെ നിങ്ങൾ സംശയത്തിന് നിലയിൽ നിർത്തേണ്ട കാര്യമില്ല. ഇവിടെ കോൺഗ്രസ് പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതത്തിനാണ് BJP ലക്ഷ്യമിടുന്നത്. ഇവിടെ കേരളത്തിൽ എന്നെ പറയാൻ അനുവദിക്കൂ, കേരളത്തിൽ BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം ജയിക്കണമെന്നാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കോൺഗ്രസ് ജയിക്കാൻ പാടില്ല എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നവരാണവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണവർ. കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെ കോടതി കയറ്റുന്നത് ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഉന്മൂലനാശം നടത്താൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. ആ BJP കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കുമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവതും പിണറായി വിജയനും തമ്മിലുണ്ടാക്കിയ ബാന്ധവത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറയാൻ അനുവദിക്കൂ. ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരായി, രമേശ് ചെന്നിത്തലയ്ക്കെതിരായി, VM സുധീരനെതിരായി ഈ രാജൻ ബാബുവിനെ പോലുള്ള ആളുകളെ എടുത്ത് അടിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ലാത്ത കാര്യമാണ്. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂരിലുണ്ടായ സംഘർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന ഒന്ന് സമയം ഒരു സമാധാന കാലഘട്ടമാണ്. ആ സമാധാന കാലഘട്ടത്തിൽ പറയുകയാണ് നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. ഉടനെ പാർട്ടിയുമായി ആലോചിക്കാതെ യാതൊരു വേദിയിലും ചർച്ച ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ചർച്ചയിൽ ഉന്നയിച്ച
ഒരു കാര്യത്തിനും താങ്കൾ മറുപടി ഞാൻ മറുപടി പറയാം. ഞാൻ ശ്രീ വിൻസെന്റ് കോടതി കയറിയത് ആര് കാരണമാണ്? മാർക്സിസ്റ്റ് പാർട്ടി കാരണമാണോ? വെള്ളാപ്പള്ളി നടേശൻ കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ റഹീം, ഇവിടെ സൂചിപ്പിച്ച പോലെ യുക്തി ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അല്ല, ശ്രീ വിൻസെന്റ് പറഞ്ഞത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ ഏറ്റവും രസകരമായ തമാശ, കേരളത്തിൽ BJP ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പരാജയപ്പെട്ട് കാണാനാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ എന്താ? ഈ ഉമ്മൻചാണ്ടിയും BJPയും തമ്മിലൊരു ബന്ധം. ഞാൻ കോൺഗ്രസിനെ മാറ്റി ശ്രീ ഫക്രുദ്ദീനെല്ലാം പറഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ ഞാൻ പറയുന്നത്, ഉമ്മൻചാണ്ടി കുറേ കാലമായി കേരളത്തിൽ കാണിക്കുന്നത് ഒരു പവർ ഗെയിമാണ് അദ്ദേഹം കാണിക്കുന്നത്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും. അത് അഴിമതിയുടെ കാര്യത്തിലായാലും ശരി, കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിലായാലും ശരി, ജഡ്ജിമാർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിലായാലും ശരി, BJPയുമായും മറ്റ് ജാതി സംഘടനകളുമായിട്ടും ബാന്ധവം ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ശ്രീ വിൻസെന്റ് പറയണം, എന്താ പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രി? ഞങ്ങളും BJPയും തമ്മിലാണ് പ്രധാന മത്സരം എന്നല്ലേ പറഞ്ഞത്? വ്യക്തമല്ലേ ബന്ധം? വളരെ കൃത്യമായ ബാന്ധവം നമുക്ക് എല്ലായിടത്തും. ഞാൻ പറയട്ടെ പരസ്പരം മത്സരിക്കുന്നവർ എങ്ങനെയാ ബന്ധപ്പെടുന്നത്? ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പറയേണ്ട എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു ബാന്ധവമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ 100-ലധികം കുടുംബയോഗങ്ങളിൽ ശ്രീ ഉമ്മൻചാണ്ടി പങ്കെടുത്തു. ഏതെങ്കിലും ഒരു ക്ലിപ്പിങ്ങിൽ ആ മുഖ്യ എതിരാളിയായ BJPക്കെതിരെ ഒരു വരി പറഞ്ഞത് കാണിച്ച എന്തേ പറയാത്തെ? മുഖ്യ എതിരാളി BJP ആണെന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ട് എങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അരുവിക്കര മണ്ഡലത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ ആ മുഖ്യ എതിരാളിക്കെതിരെ എന്തുകൊണ്ട് പറഞ്ഞില്ല? വെറുതെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഗെയിമായിരുന്നു അത്. ഇത് രാഷ്ട്രീയ തന്ത്രം. ഇവിടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു വലിയ നാടകം ഇവിടെ അരങ്ങേറുകയാണ്. അധികാരത്തിലേക്ക് തുടർഭരണം എന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. ഉമ്മൻചാണ്ടിക്ക് തുടർഭരണത്തിന്റെ സാധ്യത ഉമ്മൻചാണ്ടി സ്വപ്നമെങ്കിലും കാണാൻ കഴിയുമെങ്കിൽ അത് BJPയുമായ ഒരു അവിശുദ്ധ സഖ്യം 91 മോഡൽ ഉണ്ടാക്കാതെ സാധിക്കില്ല. ഇത് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് അറിഞ്ഞൂടാത്തത്? ഏത് ദുർബലനായ മനുഷ്യനും മനസ്സിലാകും. ഇതിവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളിയുമായി കൃത്യമായ ബാന്ധവമുണ്ട്. R ശങ്കറിന്റെ പ്രതിമാനാച്ഛാദനം ഇതെല്ലാം മാറ്റി നിങ്ങൾ ഓരോ ദിവസത്തെ അദ്ദേഹത്തെ എടുക്കുകയും കുറേ പ്രവീൺ തൊഗാഡിയ വെള്ളാപ്പള്ളി നടേശന്റെ വീട് സന്ദർശിക്കുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ സംഘപരിവാറുമായി അടുക്കുന്നുള്ള ചില ഇടപെടലുകൾ വരുന്നു. എവിടെയെങ്കിലും ഒരിടത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ നിലപാട് എപ്പോഴാണ് വന്നത്? ഒരിക്കലും വന്നിട്ടില്ല. വെള്ളാപ്പള്ളി പ്രശ്നത്തിൽ നമ്മൾ നിലപാട് പറയേണ്ടതില്ല എന്ന് തീരുമാനമെടുത്ത പാർട്ടിയാണ് KPCC. ഒരു പ്രതികരണം ആ ഘട്ടത്തിൽ എപ്പോഴെങ്കിലുമുള്ള ഒരു ക്ലിപ്പിംഗ് കാണിച്ച ഒരു വീക്ഷണത്തിലെങ്കിലും ക്ലിപ്പിങ്ങുകളെല്ലാം എടുത്ത് വച്ചതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെ റഹീം എല്ലാ കാര്യങ്ങളും പറയുന്നത് ആ ക്ലിപ്പിംഗ് കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിന് യാതൊരു അർത്ഥമില്ലല്ലോ. നമ്മളെല്ലാം കൃത്യമായി നമ്മളെല്ലാം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ BJPയും കോൺഗ്രസ് ബാന്ധവം. ഇന്നത്തെ പത്രങ്ങളെല്ലാം എടുത്ത് നോക്കൂ. പിണറായി വിജയന്റെ പ്രസ്താവനയും മുരളീധരന്റെ പ്രസ്താവനയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളായിട്ടല്ലേ ഇവിടെ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്? BJPയും പിന്നെ LDFന്റെ നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ പേര് മാത്രം മാറ്റിയാൽ മതി. രണ്ടുപേരുടെയും വീണ്ടും അവസരം കിട്ടിയിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്കെതിരെ നിങ്ങൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ച് നിങ്ങൾ നിലപാട് പറയുന്നില്ല? നിങ്ങൾ ഇന്നത്തെ കോടതിയുമായി ബന്ധപ്പെട്ട ഈ വാർത്തയിൽ തന്നെ പരാമർശിക്കുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കെതിരെ നിങ്ങൾ ഇതുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല. എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല? നിങ്ങൾ നടപടി എടുക്കുന്നില്ല. നിങ്ങൾ മറുപടി പറ. മൈക്രോ ഫൈനാൻസിനെ സംബന്ധിച്ച് കോടതിയിൽ വന്ന കേസിൽ വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസറാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആരുമല്ല പറഞ്ഞത്. വിജിലൻസ് ലീഗൽ അഡ്വൈസർ തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതിനെ സംബന്ധിച്ച് അന്വേഷണം നടന്നതുകൊണ്ടാണ്. മിസ്റ്റർ റഹീം, നിങ്ങളത് മനസ്സിലാക്കണം. അന്വേഷണം നടത്തുന്നത് ആരാണ്? വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അന്വേഷണം നടക്കുന്നില്ല എന്ന് പറയുകയും തട്ടിപ്പ് പുറത്തായി എന്ന് പറയുകയും ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഇത്രയും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 80 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നതിന്റെ കാരണം വിജിലൻസ് ലീഗൽ അഡ്വൈസർ
കോടതിയിൽ നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിയിൽ കൊടുക്കുന്നതാണ്. ഇത് കാണിക്കുന്നത് എന്താണ്? ഇതിനെ സംബന്ധിച്ച് ഈ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് സംബന്ധിച്ചുള്ള ആരോപണങ്ങളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കുന്നത് കൊണ്ടാണ്. അന്വേഷണം നടക്കുന്നില്ല എന്നാണ് റഹീമിന്റെ വാദം. അത് തെറ്റാണ് എന്ന് ഇന്ന് കോടതിയിൽ നടന്ന നടപടികൾ വ്യക്തമാക്കുകയാണ്. പറയട്ടെ, കഴിഞ്ഞ നിയമസഭയിൽ ആഭ്യന്തരമന്ത്രി കൊടുത്ത മറുപടി ഇത് സംബന്ധിച്ച് 37 പരാതികൾ ലഭിച്ചുവെന്നും 19 കേസുകൾ കേരളത്തിലൂടെ നിലമെടുത്തിട്ടുണ്ടെന്നാണ്. ഏറ്റവും അധികം പരാതികൾ വന്നൊരു സ്ഥലം അടൂരാണ്, മറ്റൊന്ന് പത്തനംതിട്ടയാണ്. അടൂർ പത്തനംതിട്ട എന്നത് SNDP യൂണിയൻ പിരിച്ചുവിടുകയും വളരെ ജനാധിപത്യ വിരുദ്ധമായി വെള്ളാപ്പള്ളി നോമിനികളായ ബിനാമികളായ അഡ്മിനിസ്ട്രേറ്റർമാരെ നേരിട്ട് നടത്തി ഭരണം നടത്തുന്ന സ്ഥലമാണ്. അതായത് വെള്ളാപ്പള്ളിയുടെ ഭരണമാണ്. ഈ പരാതികൾ ഉയർന്നു വന്ന കൂടുതൽ സ്ഥലങ്ങൾ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടന്നിരിക്കുന്ന ഭൂരിഭാഗം സ്ഥലങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും അത് SNDP യോഗത്തിന്റെ ഭരണമല്ല, വെള്ളാപ്പള്ളിയുടെ നേരിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ്. ഇത്രയും കേസുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. പരാതി, ഇതിലധികം പരാതി വന്നു, 37 പരാതികൾ ലഭിച്ചു. അതിൽ കുറച്ചാണ് രജിസ്റ്റർ ചെയ്തത്. അതിലേറെ പരാതികൾ യഥാർത്ഥത്തിൽ വന്ന് നിങ്ങൾ ഔട്ട്സൈഡ് സെറ്റിൽമെന്റ് പോലീസ് നേതൃത്വം കൊടുത്തു. അതിനും പുറമെ നിങ്ങൾ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് നാളിതുവരെയായി എന്തേ വെള്ളാപ്പള്ളിയിലേക്ക് പോയില്ല? ഈ പണം വന്നത് എവിടെ നിന്ന്? വെള്ളാപ്പള്ളിയുടെ അക്കൗണ്ട് വഴി. പണം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ അക്കൗണ്ട് വഴി. പണം ഓപ്പറേറ്റ് ചെയ്ത് വെള്ളാപ്പള്ളിയുടെ അക്കൗണ്ട് വഴി. ആ അക്കൗണ്ടിന്റെ ഉടമയായ വെള്ളാപ്പള്ളിയുടെയും അതിന് നേതൃത്വം കൊടുക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെയും എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു FIR നിങ്ങൾ ചാർജ് ആ ദിശകളിലേക്ക് പോകുകയില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ ധരിക്കുന്നത്? ഒരു കാരണവശാലും ഇത് പ്രതിപക്ഷ നേതാവ് കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു ഹർജിയെ സംബന്ധിച്ചിട്ടുള്ള നടപടി കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അന്വേഷണം നടന്ന വിവരങ്ങൾ, അന്വേഷണത്തിൽ ബോധ്യമായ വിവരങ്ങൾ കാണുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇടതുപക്ഷമാണ് കേരളത്തിൽ ഭരിച്ചിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കോടതിയിൽ ഹാജരാകുമായിരുന്നില്ല, കോടതിയിൽ കയറി ജാമ്യം എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല, കേസിൽ പ്രതിയാകുമായിരുന്നില്ല, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുമായിരുന്നില്ല. വെള്ളാപ്പള്ളിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കോടതി കയറുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണെങ്കിൽ എത്രമാത്രം സഹായം. ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ സ്വാഭാവികമായിട്ടും LDFന്റെ കാലത്ത് അല്ലെങ്കിൽ UDFന്റെ കാലത്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യം എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വരും, മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്യേണ്ടി വരും. അത് ആര് ഭരിച്ചാലും അതുപോലെ തന്നെയാണ് ശ്രീ വിൻസൻ. നിങ്ങൾ പറയുന്നത് പോലല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇവിടെ വിജിലൻസ് എന്തോ ചെയ്യുന്നു. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് VS കോടതിയെ സമീപിക്കുന്നതിനും എത്രയോ മുമ്പ് കേരളത്തിൽ പരാതി ഉയർന്നു വന്നു, മാധ്യമങ്ങളുടെ ആരോപണം വന്നു. നിങ്ങൾ അനങ്ങിയില്ല. പറയട്ടെ, സോറി, അതിനു മുമ്പേ തുടങ്ങി. താങ്കൾ മനസ്സിലാക്കണം, അന്വേഷണം അതിനു മുമ്പേ തുടങ്ങി. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, അടൂർ ഉൾപ്പെടെ പത്തനംതിട്ട ഉൾപ്പെടെ കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും നേരിട്ട് പരാതി കൊടുക്കുന്നു, റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുന്നു. ആ റിട്ടേൺ കംപ്ലൈന്റ് തന്നെ എല്ലാം കേസാക്കിയിട്ടില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാണ് നിയമസഭയിൽ കൊടുത്ത മറുപടി. അതിലേറെ പരാതി ചെന്നു. അതിൽ വന്ന പരാതികളിലേറെയും ഔട്ട്സൈഡ് സെറ്റിൽമെന്റ് ചെയ്തു. അവിടെയൊക്കെ ഇവർ ഇടപെടുകയാണ്. ഇനി പോട്ടെ, നിങ്ങൾ ഇത്രയും രജിസ്റ്റർ ചെയ്തു. ഞാൻ ചോദിക്കുന്ന ആ രജിസ്റ്റർ ചെയ്ത കേസിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി പ്രതിയാകുന്നില്ല? അന്വേഷണം നടന്നാൽ വെള്ളാപ്പള്ളി പ്രതിയാകണ്ടേ? ഒരു പക്ഷേ കോടതിയല്ല, കോടതി കയറ്റിയില്ലേ? വെള്ളാപ്പള്ളി ജയിലിൽ പോകാതെ രക്ഷിച്ച പാർട്ടി, വെള്ളാപ്പള്ളി ജയിലിൽ പോകാതെ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വെള്ളാപ്പള്ളിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ശ്രീ ഗോപൻ, ഇവിടെ ഈ ചർച്ചയിൽ പൊതുവിൽ ഉയർത്തപ്പെട്ട ഒരു വിഷയം, ഇന്നിപ്പോൾ ഇത്തരം തർക്കങ്ങളിൽപ്പെട്ട ഒരു പക്ഷേ രാജൻ ബാബുവിന്റെ കാലത്തിൽ ഒരു തീരുമാനം എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ UDFന് പോകേണ്ടി വരും. പക്ഷെ അപ്പോഴും വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച നിലപാട് ഇത് തന്നെയാകും എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണോ ഈ രാജൻ ബാബുവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ? ശ്രീ ഗോപൻ, രാജൻ ബാബു വെള്ളാപ്പള്ളിയുടെ ലീഗൽ അഡ്വൈസറാണ്, SNDP യോഗത്തിന്റെ ലീഗൽ അഡ്വൈസറാണ്. വെള്ളാപ്പള്ളിയുടെ സ്വന്തം ആളാണ് അദ്ദേഹം. ആ സ്വന്തം ആളായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് UDFൽ ഒരു സ്പേസ് കിട്ടിയത് തന്നെ. അപ്പൊ അത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് രാജൻ ബാബു, ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളിയും ഒക്കെ ആയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ JSS കഴിഞ്ഞ വർഷം ഒരു ഭിന്നത ഉണ്ടായത് തന്നെ. അപ്പൊ വെള്ളാപ്പള്ളിയുടെ സഹായത്തോടു കൂടിയാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് രാജൻ ബാബുവിനെ UDFൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് തർക്കമറ്റ കാര്യമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഫൈനാൻസ് തട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ രാജൻ ബാബുവിന് ബോധ്യമുള്ളതാണ്. ഇപ്പൊ ഇന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 80 ലക്ഷം രൂപയേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് 100 കണക്കിന് കോടി രൂപയുടെ വെട്ടിപ്പാണ് കേരളം ഒട്ടാകെ നടന്നിരിക്കുന്നത്.
ഇതെല്ലാം ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ അഡ്വക്കേറ്റ് രാജൻ ബാബുവിന് അറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹമാണ് ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള നിയമത്തിന്റെ പഴുതുകൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘപരിവാറും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവിശുദ്ധ രാഷ്ട്രീയ നാടകമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി ഫക്രുദ്ദീൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൾറെഡി നേരത്തെ മുതൽക്കേ തന്നെ വെള്ളാപ്പള്ളിയുടെ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് രാജൻ ബാബു ഇങ്ങനെ നിൽക്കുന്നത്, UDF നിൽക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അടക്കം ഒപ്പം നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യമൊന്നും പൊതുവിൽ പരിശോധിക്കപ്പെടാതെയാണോ ഇങ്ങനെയൊരു തർക്കം വന്നപ്പോൾ രാജൻ ബാബുവിന്റെ നിലപാടുകളെ ചർച്ച ചെയ്യപ്പെടുന്നു, ആ വിധത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം പോകുന്നു എങ്കിൽ കൂടിയും? അല്ലേ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ് CPM പോലെ ഒരു കേഡ പാർട്ടി ഒന്നുമല്ല, അതുപോലെ തന്നെ BJP പോലെ ഒരു കേഡ പാർട്ടി ഒന്നല്ല. ഇവർ ഒരു ബലൂൺ പോലെ ഇലക്ഷൻ സമയത്ത്, ഇപ്പോൾ ഞാൻ മലബാർ സൗത്തിലോട്ട് കുറച്ച് ഭേദം തോന്നുന്നു, മലബാറിലൊന്നും തന്നെ ഈ പറയുന്ന സ്ഥാനത്ത് ഇലക്ഷൻ സമയത്തുള്ള ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ, നിർജീവമാണ്. ഈ രീതിയിൽ പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ കോഴിക്കോടിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു 10 വർഷം കൊണ്ട് അവിടെ BJP 2ാം സ്ഥാനത്ത് കയറി വരും, CPM 1ാം സ്ഥാനത്തേക്ക് BJP 2ാം സ്ഥാനത്ത് കയറി വരും. ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഒരു ആൾക്കൂട്ടമാണ്, ആൾക്കൂട്ടത്തെ കൂട്ടുന്നത് അന്ധമായ CPM വിരോധമാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കൂട്ടത്തെ കൂട്ടുമ്പോൾ ആൾക്കൂട്ടം ജസ്റ്റ് അങ്ങ് കൂടില്ലല്ലോ, അതിന് എല്ലാ ജാതി വർഗീയ കക്ഷികളെയും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അവരുടെ നോമിനീസിനെ പല രീതിയിൽ എടുത്തുകൊണ്ട് സാവിത്രി ലക്ഷ്മണൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് MLA ഒക്കെ ആയത്, അതിനൊക്കെ പിന്നെ ഒരുപാട് കളികളുണ്ട്. അങ്ങനെ പല ആളുകളെയും കോൺഗ്രസ് കൊണ്ടുവന്നതിന് പിന്നെ കളികളുണ്ട്. അപ്പം വളരെ കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഒരു പാലം അത് ഇൻടാക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ള കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പിന്നെ ഈ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ എൻ്റെ രാഷ്ട്രീയ വിവേകം എന്നോട് പറയുന്നത് വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്തെന്ന്. കാരണം ഇപ്പം വെള്ളാപ്പള്ളിനെ അറസ്റ്റ് ചെയ്തതിന് പ്രശ്നം എന്താ പറയുക, അക്കാര്യത്തിന് എനിക്ക് ഉമ്മൻചാണ്ടിയോട് കേരള സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നന്ദിയുണ്ട്. അത് മൂപ്പരുടെ ഉദ്ദേശം വേറെ തന്നെയാണെങ്കിൽ, കാരണം വെച്ചാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ രക്തസാക്ഷി പരിവേഷം കിട്ടും. മദിനി ജയിലിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ മദിനിയാക്കി പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെ വലിയ നേതാവായ മുസ്ലിം ലീഗ് ഒന്നും ഇപ്പോൾ സ്ഥലത്തേണ്ടാവില്ല, മനസ്സിലായില്ലേ? അത് വലിയ അപകടം. അതുപോലെ ഇദ്ദേഹത്തെ എപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന നല്ലതാണ്. പക്ഷേ റഹീം പറഞ്ഞ വാദങ്ങളെല്ലാം വളരെ വാലിഡ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് BJP ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിമുക്തമാകുന്നത്? അവർക്ക് ഗാന്ധിയായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ അവർക്ക് പട്ടേലുമായിട്ട് പ്രശ്നമില്ല, അവർക്ക് നെഹ്റുവായിട്ട് പ്രശ്നം. നെഹ്റു ഒരു ഫാബിയൻ സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നത്, അദ്ദേഹമാണ് ശാസ്ത്രീയമായ ചരിത്രം പഠിപ്പിച്ചത്, ഇന്ത്യയെ ഈ രീതിയിൽ രൂപപ്പെടുത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വഴികൾ ഇന്ത്യയിൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരേ സംസ്ഥാനം കേരള. അതുകൊണ്ടാണ് നെഹ്റു വിഭാവനം ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഇന്ത്യയിലെ ഏതോ സംസ്ഥാനം അത് ജനങ്ങളുടെ സാമൂഹ്യക്ഷേമ രംഗത്തെ വിദ്യാഭ്യാസ ആരോഗ്യ ഈ രംഗത്തൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന് മാത്രമാണ്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഇടപെടലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മത്സരിക്കുന്നതുകൊണ്ട് ഒരു സെൻറ്റർ ലെഫ്റ്റ് സ്വഭാവം എടുക്കാൻ ഇവർ നിർബന്ധിക്കപ്പെടുന്ന ഫലമാണ്. മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക എന്നുള്ള നെഹ്റുവിയ സോഷ്യലിസത്തെ തകർക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശം. അപ്പം ഇവിടെ കോൺഗ്രസിനെ തകർത്ത് കഴിഞ്ഞാൽ നെഹ്റുവിയ സോഷ്യലിസം തകരില്ല. നെഹ്റുവിന്റെ ലെഫ്റ്റ് സ്വഭാവം അവിടെ കൃത്യമായി ഫോളോ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ടാണ് ഇടതു വർഷത്തെ അവിടെ ഇല്ലാതാക്കാൻ. ശ്രീ കെ ഷാജു കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നത്. ശ്രീ കെ ഷാജു, ഇവിടെ ഇന്നിപ്പോൾ രാജൻ ബാബുവിന്റെ കാര്യം UDF തീരുമാനിക്കുമെന്ന് വ്യക്തമാക്കി തന്നെ മുഖ്യമന്ത്രി പറയുന്നു. ആ വിധത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുമ്പോൾ എന്താണ് താങ്കളുടെ നിലപാട്? അല്ലിപ്പോ നിലപാടെല്ലാം വളരെ ക്ലിയർ അല്ലേ? രാജൻ ബാബു സാറിന് ഇപ്പൊ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ആ ബന്ധം അവസാനിപ്പിക്കുന്നതിന് കുറച്ചുകൂടെ സമയമുണ്ട്. അങ്ങനെ ബന്ധം അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട UDF നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുത്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് JSSനെ കൂടെ സംരക്ഷിച്ച് UDF തുടരാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നാണോ? അങ്ങനെ ഒരു സാധ്യത വേണമെങ്കിൽ അതുകൂടെ നോക്കാം. അതായത് ഇന്നലെ താങ്കൾ കട്ടാൻ സ്ട്രൈറ്റ് ആയി പറഞ്ഞത് പുറത്താക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയാണ് എന്നാണ്. പക്ഷെ അതിൽ നിന്നും പുറത്താക്കാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്നിൽ അദ്ദേഹം ലീഗൽ അഡ്വൈസർ പദവി ഒഴിയണം, അല്ലെങ്കിൽ JSSന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയണം. പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പുറത്താക്കുമെന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ആദ്യമായി ടെലിഫോൺ ലൈൻ വന്നുകൊണ്ടാണ് താങ്കളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. നേരത്തെ അഡ്വക്കേറ്റ് B. ഗോപൻ പറയുമ്പോൾ അടക്കം സൂചിപ്പിച്ചിരുന്ന ഒരു വിഷയം, കൃത്യമായി തന്നെ വെള്ളാപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് UDFനൊപ്പം നിൽക്കാൻ ഒരു സ്റ്റാൻഡ് രാജൻ ബാബു എടുക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ലീഗൽ അഡ്വൈസർ ഇത്രയും കാലം തുടരുന്നു. ഈ സമീപകാലത്ത് വെള്ളാപ്പള്ളിയും സർക്കാരുമായി ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ തന്നെയും സജീവമായി നിലനിൽക്കുമ്പോഴും വെള്ളാപ്പള്ളിക്കൊപ്പം നിൽക്കുന്ന ഒരു സ്റ്റാൻഡാണ് രാജൻ ബാബു എടുത്തത്. ആ സമയത്തൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ലേ ഈ വിഷയം? ഇല്ല, അങ്ങനെ എടുത്തെന്ന് പറയാൻ പറ്റില്ല. കാരണം വെള്ളാപ്പള്ളി ഈ വിവാദത്തിൽപ്പെട്ട് മുൻകൂർ ജാമ്യം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ട് ഒരു കാരണവശാലും അതിന് പോകരുതെന്ന് പറഞ്ഞു. അദ്ദേഹം പോയില്ല. സമസ്ത മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം ക്ഷണിച്ചിട്ടും ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പോയില്ല. കേരളത്തിലെ പല സ്ഥലങ്ങളിലും JSSന്റെ പ്രവർത്തകരെ കത്തുകൊടുത്ത് SNDP ശാഖായോഗത്തിലെ പെടുന്ന ആളുകൾ വിളിച്ചിട്ട് അതിൽ പോകരുതെന്ന് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിരുന്നു.
ഈ സന്ദർഭങ്ങളിലൊന്നും അദ്ദേഹം UDF-ന്റെ ഒരു സ്റ്റാൻഡ് വിട്ടിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോയിരുന്നില്ല. പക്ഷെ ഇപ്പോ അത് വളരെ കൃത്യമായി, അതെന്ന് വെച്ചാല് നേരത്തെ അവർ ഭരണഘടന ഉണ്ടാക്കാവുന്ന പുള്ളി പോയില്ല, ഭരണഘടനയൊന്നുമല്ല, അവർക്ക് ചില ഉപദേശങ്ങൾ ചോദിച്ചു, അദ്ദേഹം ഉപദേശങ്ങൾ നൽകി. പക്ഷെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു, മറ്റു തരത്തിലുള്ള വിവാദങ്ങൾ വരികയോ ചെയ്തപ്പോൾ അതിൽ മുൻകരുതെടുത്തു. UDF പറഞ്ഞു, താക്കീത് ചെയ്തു, ഇതിന് മേലിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ആ താക്കീതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കാൻ പോകരുതെന്ന് പറഞ്ഞത്, സമസ്തമെന്നിട്ട് സമാധാനത്തിൽ പങ്കെടുക്കാൻ പോകരുതെന്ന് പറഞ്ഞത്. അത് അദ്ദേഹം അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു. അങ്ങനെ അനുസരിച്ച അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ KPCC പ്രസിഡന്റ് കൊടുത്ത പരാതിയുടെ എതിർകക്ഷിയായിട്ടുള്ള വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം പിടിക്കുന്ന കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റൂല. അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അത് തിരുത്തിയാൽ ഒന്നിച്ചു പോകാൻ സ്കോപ്പ് ഉണ്ടെന്നാണ്. മറ്റേ പറയുന്ന ഈ സംസ്കൃതമൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല. ഇപ്പൊ മുമ്പേ പറഞ്ഞതും അതിനു മുമ്പേ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. നെഹ്റുവിനും മറ്റും അതൊക്കെ ഞാൻ തിരികെ എത്താം. ഫക്രുദ്ദീൻ, ഒരുപക്ഷെ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെ കൃത്യമായ കരുക്കൾ നീക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായി ഇപ്പോൾ സുധീറിന് മുമ്പിലായാലും ഉണ്ട്, ഒപ്പം തന്നെ മറ്റു വിഷയങ്ങളിലായാലും ഉണ്ട്. ചെന്നിത്തലയുടെ അകത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ അതേ ബന്ധപ്പെടുത്തി വേണം കാണാൻ. ഒരു ഭാഗത്ത് വലിയൊരു എതിർ ശക്തിയായി സുധീരൻ യാത്ര നടത്തുന്നു. ആ വിധത്തിലൊക്കെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും തന്ത്രശാലിയായ, ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ, ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പിടിച്ചു നിന്ന ഉമ്മൻചാണ്ടി അവിടെ എന്ത് കരുനീക്കമായിരിക്കും നടത്തുക ഈ ഒരു വിഷയത്തിലൊക്കെ? അതിന് മുമ്പ് ആദ്യം ഷാജു പറഞ്ഞൊരു കാര്യം, ഷാജുവിന് നെഹ്റുവിയൻ സോഷ്യലിസം കോൺഗ്രസിനെ കൂടെ എന്നിട്ട് മനസ്സിലാകാത്തത് ഷാജുവിന്റെ വിവരക്കേട. ഷാജുവിനെ പോലെയുള്ള ഈ ബസ്സിന് അല്ലാതെ മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം വിചാരിച്ച് നടക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോയാൽ പുസ്തകം വായിക്കാൻ പോകാം. പിന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചത്, അല്ല ഉമ്മൻചാണ്ടിയെ നിങ്ങൾക്ക് അറിയാമല്ലോ, സംസ്ഥാന ഖജനാവ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് കേരളത്തിന് പൊതുകടന്ന് ഞാൻ പറഞ്ഞാൽ ജോൺ മുണ്ടക്കായ എന്ന് പറഞ്ഞിട്ടുള്ള മനോരമയുടെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടർ അയാളുടെ ഫീച്ചറിൽ പറഞ്ഞിട്ട് കാര്യമാണ്. 1 ലക്ഷം കോടിയുടെ കടമല്ലേ കൂടിയത്, 1 ലക്ഷം കോടിയുടെ അടുത്താണ് കടം കൂടിയിരിക്കുന്നത്. ഈ രീതിയിൽ പോയാൽ എന്താണ് സ്ഥിതി? എങ്ങനെയാണ് ശമ്പളം കൊടുക്കാൻ പോവുക? ഇപ്പം തന്നെ ഗസറ്റഡ് ഓഫീസർമാരുടെയൊക്കെ ശമ്പളം സെൽഫ് ഡ്രോയിങ് മാറ്റിക്കൊണ്ട് ബാങ്കുകളിലേക്ക് മാറ്റി. പല കോളേജുകളിൽ ഇപ്പോൾ ഇതുവരെ ശമ്പളം കിട്ടിയില്ല. ഇതാണ് സ്ഥിതി. ഈ രീതി കുറച്ചുകൂടി രൂക്ഷമാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ അത്രയും വിവരമുള്ള ആളുകൾ മുന്നിലുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവർ ഈ വിവരമുള്ള എന്ന് വെച്ചാൽ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് പലപ്പോഴും അവർക്ക് കൃത്യമായ നിലപാടുണ്ട്. അവരവിടെ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ്, ഈ 2% ആര് ഭരിക്കണം തീരുമാനിക്കുന്നത്, അവരുടെ ഇടയിൽ LDFന് അനുകൂലമായിട്ട് ഒരു മൂവ് ഉണ്ട്. അപ്പോൾ അതൊരു വാസ്തവമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെങ്ങനെ മറികടക്കാം? ഇതിനെ മറികടക്കണ ഇങ്ങനെ ടാക്ടിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ഇപ്പോൾ ഒരു വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി ഇപ്പോൾ പാർട്ടിയൊക്കെ രൂപീകരിച്ച സമയത്ത് ഒരു പക്ഷേ മുമ്പ് ലെഫ്റ്റിന് വോട്ട് ചെയ്ത കുറച്ച് ആളുകളെങ്കിലും ഒരു പക്ഷേ വെള്ളാപ്പള്ളിയുടെ കൂടെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ കൂടുതൽ വെള്ളാപ്പള്ളിക്ക് കിട്ടാൻ സാധ്യതയുള്ള ആരാ? കോൺഗ്രസിൻ്റെ കൂടെയുള്ള ആളുകളാണ്. കാരണം CPM-ന്റെ ഈ ഒരു കേട സ്വഭാവം ഉള്ളതുകൊണ്ട് അത്ര എളുപ്പമൊന്നും പോകില്ല. മാത്രം അവർ ഈഴവാന്നുള്ള ഐഡന്റിറ്റി അല്ല, അവർ ഗുരുവിനെയും അതുപോലെ തന്നെ രാഷ്ട്രീയം നോക്കിയാണ് LDF-ന്റെ കൂടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ടിയുടെ ചട്ടക്കൂട് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ചട്ടക്കൂട് അങ്ങനെയാണ്. കോൺഗ്രസിന് എളുപ്പം അടർത്തി മാറ്റാം. അപ്പോൾ അത് പോകാൻ പാടില്ല, അതിങ്ങോട്ട് കിട്ടണം. ആ രീതിയിൽ അത് മാത്രമേ BJP ആയിട്ട് ചില മണ്ഡലങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അലയൻസ് പോലും ഉണ്ടാകും. മുമ്പ് കർണാടൻ ഉണ്ടായിരുന്നു, പക്ഷേ കർണാടന ഗുണമുണ്ടായിരുന്നു. കർണാടന ശുദ്ധനായ ഹിന്ദു ആയതുകൊണ്ട്, കൃത്യമായി 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന ശുദ്ധനായ ഹിന്ദു ആയതുകൊണ്ട് മൂപ്പര് വോട്ടൊക്കെ മേടിക്കും, BJP-ക്കാരെ തോൽപ്പിച്ചാലും. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ എന്ന് വെച്ചാൽ കേരളത്തോടും കേരളത്തിൻ്റെ ഒരു സെക്യുലർ ബോധത്തോടൊക്കെ കർണാടന കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ ജയിക്കുകയും വേണം LDF-ന് മുന്നിൽ. അപ്പം മൂപ്പർ ഇങ്ങനെ ചില പണികൾ ഒപ്പിക്കും. പക്ഷേ അങ്ങനെ കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് സുധീരന് ഏത് സമയം പണി കൊടുത്തിട്ടുണ്ട്. സുധീരൻ എന്ത് നിലപാടെടുക്കുന്നോ അത് മാഡത്തിന്റെ കണ്ണിൽ സുധീരന് എതിരല്ല എന്ന് തോന്നിക്കുകയും വേണം, അതേസമയം തന്നെ സുധീരന് പണി കൊടുക്കുകയും വേണം. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കാക്കിയുള്ള മൂവാണ് മൂപ്പർ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കൃത്യമായി JSS ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കി രാജമാമന് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? പുറത്താക്കിയിട്ട് നമുക്ക് ഇദ്ദേഹം പോലും വ്യക്തമാകുന്നത് ഫക്രുദ്ദീൻ പറയുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയല്ല, വേറെ അദ്ദേഹത്തിന് അറിയാവുന്ന വേറെ ഏതൊരു ഉമ്മൻചാണ്ടിയെ കുറിച്ചും വേറെ ഏതൊരു സുധീരനെ കുറിച്ചും താങ്കൾ പറഞ്ഞല്ലോ ഷാജുന് വിവരമില്ല. ഞാൻ പറയട്ടെ, പൊതു കടം കൂട്ടാത്ത ഒരു ഗവൺമെന്റ് പേര് പറയും. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ പറയണം. ഞാൻ സ്പെസിഫിക് ആയി ചോദിക്കുന്നു, കഴിഞ്ഞ തവണ LDF ഗവൺമെന്റ് ഭരിച്ച സമയത്ത് പൊതുകട കൂടിയിട്ടുണ്ട്. പക്ഷേ 5% കൂടി, ഇത് 100% കൂടി, 5% കൂടുതൽ
കൃത്യമായ കണക്കുകളില്ലാതെ കുടിശ്ശിക പിടിച്ചെടുത്തു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? നിങ്ങൾ എത്ര കുടിശ്ശിക പിടിച്ചെടുത്തു? എത്ര നികുതി വെട്ടിപ്പ് തടഞ്ഞു? എന്ത് പ്ലാൻ കൊണ്ടുവന്ന് കിട്ടാക്കണം വേണ്ടി ഇത് ചെയ്തില്ല. അത്തരം കാര്യങ്ങളൊക്കെ പല ശ്രീ വിൻസെന്റ് അത്തരം കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. ഡോക്ടർ മനോജിനെ സമുദായ നേതാവായ ഡോക്ടർ മനോജിനെ അല്ല അസന്തുലിതാവസ്ഥ നിങ്ങൾക്ക് സംഘടനാപരമായ നമുക്ക് ചർച്ച നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണ്ട. പ്ലീസ് 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 അത്തരം ജനകീയ വിഷയങ്ങൾ ഒരുപാട്. ശ്രീ വിൻസെന്റ് ഈ ചർച്ചയുടെ ഏതാണ്ട് ഒരു 4 മിനിറ്റോളം ശ്രീ വിൻസെന്റ് വെറുതെ കൊണ്ടുപോയി. എന്താണെന്നറിയാമോ? ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇവിടെ ശ്രീ കെ ഷാജു പറഞ്ഞതിനോട് തുടർച്ചയായി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ രാജൻ ബാബുവിനെതിരെ ഇപ്പോഴും ഒരു ഉറഞ്ഞുതുള്ളുന്നുണ്ടല്ലോ. ഇതേ രാജൻ ബാബു അല്ലേ പോയിട്ട് ഇവർക്ക് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നത്, ഇവരുമായിട്ട് കൂട്ടുകൂടിയത്? ഈ രാജൻ ബാബു എത്രയോ ഘട്ടങ്ങളിൽ പരസ്യമായി ഉടനീള നിലപാടെടുക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഇപ്പോഴും മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ ചോദിച്ചു. കോൺഗ്രസിനും UDF-നും ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം കിട്ടാതെയായി ഇയാൾ കൂടെ പോയപ്പോഴേക്കും, വെള്ളാപ്പള്ളിയുടെ കൂടെ പോയപ്പോഴേക്കും. അപ്പോഴാണ് ഈ നിലപാട് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. ഈ രാജൻ ബാബു എല്ലാവർക്കും അറിയാലോ വെള്ളാപ്പള്ളിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. വെള്ളാപ്പള്ളിയുടെ എല്ലാ നിയമപരമായ മുന്നൊരുക്കങ്ങൾക്കും ഇദ്ദേഹമാണ് കൂട്ടു നിൽക്കുന്നത്. ഈ പറയുന്ന ശ്രീ VS കൊടുത്ത വിജിലൻസിൽ നടക്കുന്ന മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസ്, കേരളത്തിലുടനീളം 70 സ്ത്രീകൾ, ദരിദ്രരായ സ്ത്രീകൾ കൊടുത്ത കേസ്, തട്ടിപ്പിനായ വിക്ടിംസ് കൊടുത്ത കേസ്, ആ കേസിൽ ഉൾപ്പെടെ വെള്ളാപ്പള്ളിക്ക് എല്ലാവിധ നീക്കുപോക്ക് ചെയ്തു കൊടുക്കുന്ന ആളാണ് ശ്രീ രാജൻ ബാബു. ആ രാജൻ ബാബുവിൻ്റെ ഈ ഒരൊറ്റ വിഷയത്തിൽ പ്രകടമായ ഒരൊറ്റ കാര്യം, അത് മാത്രമാണ് അദ്ദേഹം ചെയ്ത ഏതോ ഒരു മഹാ അപരാധം. അത് വേണമെങ്കിൽ തിരുത്തി അദ്ദേഹം നിന്നോട്ടെ എന്ന് ശ്രീ കെ ഷാജു പറയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദത്തിന് കീഴിൽ കോൺഗ്രസ് നിലപാട് മാറ്റിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ശ്രീ കെ ഷാജു. ശ്രീ കെ ഷാജു താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനൊന്നും അല്ലെന്ന്. ഇത് ഉമ്മൻചാണ്ടിയും UDF-ഉം ഉമ്മൻചാണ്ടിയും UDF ഒന്നും നിലപാട് മാറ്റിയിട്ടില്ല. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് അവര് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ തന്നെ. അല്ല ശ്രീ ഷാജു, UDF തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ? നിങ്ങൾ PC ജോർജിനെ എപ്പോഴാണ് UDF-ൽ നിന്ന് പുറത്താക്കിയത്? എപ്പോഴാണ് മാറ്റി നിർത്തിയത്? എത്രയോ ചർച്ചകൾക്ക് ശേഷമാണ് അവധാനതയോടെ ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള എല്ലാ ഉൾക്കരുത്തുമുള്ള ഉന്നത നേതൃത്വം UDF-നുണ്ട്. അവിടെ ഈ ഫക്രുദ്ദീനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് പോയ കോടാലികൾ വർത്താനം പറയുന്ന പോലെ വർത്താനം പറഞ്ഞൊന്നും ഒരു പ്രശ്നം പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റൂല. എല്ലാ വഴികളും എല്ലാ വാതായനങ്ങളും നോക്കിക്കൊണ്ട് മാത്രമേ തീരുമാനമെടുക്കൂ. അങ്ങനെ കെൽപ്പുള്ള നേതൃത്വം UDF-നുണ്ട്. ഇതുപോലുള്ള ആളുകൾ വെറുതെ ഇവിടെ കിടന്നിട്ട് ഇല്ലാത്ത പൂച്ച ഇരുട്ടത്ത് തപ്പേണ്ട കാര്യമൊന്നുമില്ല. ശ്രീ കെ ഷാജു, ശ്രീ രാജൻ ബാബുവിന് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണല്ലോ, അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയുമായി ബന്ധമുള്ള കാര്യം താങ്കൾ ഇപ്പോഴേ അറിഞ്ഞോളൂ. എന്താ നിലപാട്? നേരത്തെ അറിയാലോ. എന്താ അപ്പോൾ നിങ്ങൾ തിരുത്തിയില്ല? നിങ്ങളുടെ പാർട്ടി നിലപാടെടുത്തില്ല? ഒരു പ്രശ്നം വന്നപ്പോ അദ്ദേഹത്തിന് UDF താക്കീത് കൊടുത്തു. പിന്നീട് അത് ആവർത്തിച്ചപ്പോഴാണ് ഇനി പറ്റില്ല എന്ന് പറഞ്ഞത്. അത് രാജൻ ബാബു തിരുത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടി, എന്റെ ഇപ്പോഴത്തെ നേതാവായിട്ട് രാജൻ ബാബുവിനോട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോ ശ്രീ ഷാജു ആവർത്തിച്ച് വീണ്ടും അതേ നിലപാട് തന്നെയല്ലേ ശ്രീ രാജൻ ബാബു എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ UDF-ൽ തുടരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. UDF ഞങ്ങൾ ചോദിക്കുന്നു, രാജൻ ബാബുവിന് ആ നിലപാട് തിരുത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ രാജൻ ബാബു അത് ആദ്യഘട്ടത്തിൽ തന്നെ ചോദിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു എന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് തിരുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ തുടർച്ചയായി അദ്ദേഹത്തിന്റെ വെള്ളാപ്പള്ളിയുടെ ലീഗൽ അഡ്വൈസറായി തുടരുന്നു. ഈ ഘട്ടത്തിൽ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാവുകയും ചെയ്യുന്നു. ഇനിയും മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ നിലപാട് തിരുത്താൻ ആ വഴിക്ക് ഇനി പോകാൻ പറ്റില്ല. ആ വഴി ഓരോ ദിവസവും അദ്ദേഹം ഇത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. വാതായനങ്ങൾ അദ്ദേഹം തന്നെ കുട്ടി ശ്രീ കെ ഷാജു ഒരു കാര്യം,
ഒരു കാര്യം ലീഗൽ അഡ്വൈസറായി തുടരുക എന്നുള്ളത് അഡ്വക്കസി എത്തിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അതിൻ്റെ സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. നിങ്ങളെ ഈ സമ്മർദ്ദത്തിനും ഈ രാഷ്ട്രീയമായ ഒരു നിലനിൽപ്പിനും വേണ്ടി നിൽക്കക്കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ആകെ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ശ്രീ രാജൻ ബാബുവിനെ കൊണ്ട് ലീഗൽ അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് പ്രകടമായി മാറി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹവും വെള്ളാപ്പള്ളിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്നതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉപദേശകനാണ് എന്ന കാര്യത്തിലും ഈ സംഘപരിവാറുമായി അദ്ദേഹം നടത്തുന്ന എല്ലാ നീക്കുപോക്കുകൾക്കും അദ്ദേഹം നടത്തുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്, നിയമനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തട്ടിപ്പുകൾ ഉൾപ്പെടെ എല്ലാ അഴിമതി കാര്യങ്ങളിലും വെള്ളാപ്പള്ളിക്കൊപ്പം നിയമപരമായും ധാർമ്മികമായും നിന്നുകൊടുക്കുന്ന ഒരാളാണ് എന്ന കാര്യത്തിൽ അങ്ങക്ക് സംശയമുണ്ടോ? ഇല്ല, നിങ്ങൾ അങ്ങനെ അതിന് മറുപടി ശ്രീ ഷാജു. അങ്ങനെ വർത്താനം പറഞ്ഞു പോകട്ടെ. രാജൻ ബാബു ഇന്ന് വരെ പിന്നെ സംഘപരിവാറിന് വേണ്ടി ബാധിച്ചായിട്ട് എനിക്കറിയില്ല. ഞങ്ങളുള്ള കമ്മിറ്റിയിലൊന്നും ബാധിച്ചായിട്ട് അറിയില്ല. UDF എങ്ങനെയെങ്കിലും ബാധിച്ചായിട്ട് അറിയില്ല. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു, അത് തിരുത്തണമെന്ന് ഞങ്ങൾ പറയുന്നു. പക്ഷേ UDF നേതൃത്വം അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തോട് തിരുത്താൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ UDF അത് മുഖവിലേക്ക് എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് മുഖവിലേക്ക് എടുത്താലും ഇല്ലെങ്കിലും ഞങ്ങൾ UDF-നോടൊപ്പം തുടരും എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. രാജൻ ബാബു പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇദ്ദേഹത്തോട് ഇപ്പൊ ഇല്ല, ഞങ്ങൾ UDF-ന്റെ ഭാഗമായി തുടരും എന്നുള്ള കൃത്യമായ ഒരു നിശ്ചയമാണ് ഞങ്ങൾ ഈ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ആശയക്കുഴപ്പത്തിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ രാജൻ ബാബുവിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് BJP-യും അല്ലെങ്കിൽ സംഘപരിവാറും കോൺഗ്രസും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് നിങ്ങൾ വെറുതെ ഈ ബന്ധം സ്ഥാപിക്കുന്നത്? നിങ്ങൾക്ക് ഈ കേരളത്തിലും ബംഗാളിലും ഇവരെ ഒഴിച്ച് എവിടെയാണ് ശ്രീ ഷാജു ഈ ഒരു നിലപാട് പാർട്ടി എല്ലായിടത്തും ഉണ്ട്. ശ്രീ ഷാജുവിന്റെ പാർട്ടി പാർലമെന്റിലെ നിർണായക കക്ഷിയല്ലേ ശ്രീ ഷാജുവിന്റെ അല്ലല്ലേ? പാർലമെന്റ് ഞാൻ പറയാണ്, ഞങ്ങൾ ഇവിടെ ഉള്ളൂ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഈ കേരളവും ബംഗാളും ത്രിപുരയും കഴിഞ്ഞാൽ എവിടെയാണ് BJP? ആ കേരളവും ബംഗാളിലും ത്രിപുരയിലും BJP ഇല്ല സാർ. ആ കേരളവും ബംഗാളും ത്രിപുരയിലും മാത്രമാണ് BJP ഇല്ലാതെ മതേതര ഇന്ത്യക്ക് BJP ഭരിക്കാൻ പറ്റുമോ? പശ്ചിമ ബംഗാളിൽ അങ്ങനെ പറയണ്ട. 16% വോട്ടേ ഉള്ളൂ. 16% വോട്ട്. ഇന്ത്യയിൽ മോഡി ഇതല്ല വിഷയം. തമിഴ്നാട്ടിൽ ഇതല്ല വിഷയം. പറയട്ടെ, താങ്കൾ ഇത്ര ആവേശത്തോടെ ആവേശത്തോടെ ഇടപെടുന്ന കാര്യങ്ങളിൽ ഞാൻ ചോദിച്ച ഈ ചർച്ചയുമായി KPCC എടുക്കാത്ത തീരുമാനം KPCC എടുത്തു എന്ന് പറയുക, മുഖ്യമന്ത്രി ചെയ്യാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്തു എന്ന് പറയുക, KPCC പ്രസിഡന്റ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുക, UDF ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുകയും KPCC ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് ചർച്ചയുടെ ഫസ്റ്റ് സ്ലോട്ടിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇതുവരെയും വളരെ ആവേശത്തോടെ ഇടപെട്ടതാ. ബംഗാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. കാര്യം ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. എത്ര എളുപ്പമാണ് ശ്രീ വിൻസൻ. താങ്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയും. മൈക്രോ ഫിനാൻസ് കേസിൽ ഞാൻ പറഞ്ഞു ഇത്ര പരാതികൾ വന്നു, നിങ്ങൾ ഇത്ര കേസ് എടുത്തോളൂ, ബാക്കി ഔട്ട്സൈഡ് സെറ്റിൽമെന്റ് ചെയ്തു. വെള്ളാപ്പള്ളിയുടെ താല്പര്യമാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. പറയട്ടെ, നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് പരാതി വന്ന ഉടനെ അറസ്റ്റ് ചെയ്യുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനം? റഹീം ഒരു അഡ്വക്കേറ്റ് ആണല്ലോ. പരാതി വന്ന ഉടനെ കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി വെളിപ്പെടുത്തൽ ഉണ്ടായത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ കൃത്യമായി FIR എടുത്തു, കേസെടുത്തു. അദ്ദേഹം മുൻകൂർ ജാമ്യം, ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുത്തു, വീണ്ടും കീഴ്ക്കോടതിയിൽ വന്ന് ജാമ്യം എടുത്തു. ഇതിനപ്പുറം എന്താ ചെയ്യുന്നത്? പിന്നെ BJP-യുമായി വെള്ളാപ്പള്ളി വഴി ബന്ധം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ഈ നാട്ടിൽ കൊച്ചു കുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. കുമ്മനം രാജശേഖരന്റെ പ്രസ്താവനയും പിണറായി വിജയന്റെ പ്രസ്താവനയും വ്യത്യാസമുണ്ടോ? തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ഏതായാലും നമുക്ക് അവസാനവട്ട ഒരു റൗണ്ടിലേക്ക് പോകേണ്ടതുണ്ട്. സമയം ഇനിയും 2-3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ. ഫക്രുദ്ദീൻ, ഇവിടെ ഇനി ഏതായാലും KK ഷാജിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഇന്നലെ കണ്ട ഒരു വലിയ ശക്തമായ ഒരു പ്രതിഷേധമോ ഒരു നടപടിയോ ഒക്കെ രാജൻ ബാബുവിനെതിരെ ഉണ്ടാകുമെന്ന് ഇന്നിപ്പോൾ ഈ നിമിഷത്തിൽ വിശ്വസിക്കാനാവില്ല. ഒരു പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജൻ ബാബു നിലപാട് മാറ്റുമെന്ന് ഉറപ്പിലോ ഈ വിഷയം ഒതുക്കി തീർക്കും. അവിടെ നമ്മൾ ആദ്യം സൂചിപ്പിക്കപ്പെട്ട രാജൻ ബാബു ആരുടെയൊക്കെ വിശ്വസ്തനാണ് എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകണം. ആ ഒരു രാഷ്ട്രീയം ഇനി എങ്ങനെയായിരിക്കും ഉണ്ടാകാൻ പോവുക രാജൻ ബാബുവുമായി ബന്ധപ്പെട്ട്? അല്ല, ഇതിലിപ്പം ഇവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുറച്ചെങ്കിലും അംഗീകരിക്കുക. രാജൻ ബാബുവിനെ ഈ UDF എടുത്ത് കളയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടെങ്കിൽ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഷാജുവിൻ്റെ സംസാരത്തിൽ തന്നെ ഇരുട്ടുമില്ല പൂച്ചയില്ല എങ്കിലും ഇരുട്ടിൽ വന്ന് പൂച്ച തപ്പിക്കൊണ്ടിരിക്കുക. അത് അയാളുടെ ഒരു എന്താ പറയുക വിവരക്കേടെന്നല്ല എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് ആ രീതി ഈ സംഭവത്തിൽ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിലവിൽ രാജൻ ബാബുവിനെ പുറത്താക്കാത്തൊരു സാഹചര്യം ഞാൻ പറയാം. പുറത്താക്കാത്തൊരു സാഹചര്യത്തിലാണ് വളരെ കൃത്യമായിട്ടും വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ UDF തമ്മിലുള്ള ഒരു അൺഹോളി അലയൻസിലേക്കുള്ള കൃത്യമായ ഇൻഡിക്കേറ്ററായി. കാരണം VM സുധീരൻ എടുത്ത നിലപാടുകൾക്കെതിരെ തന്നെ ഘടകവിരുദ്ധമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാൾ. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുക വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗം കുമ്മനൊന്നും അല്ല, കുമ്മൻ അത്രയൊന്നും നടത്തിയിട്ടില്ല. വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള
പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരാൾ, അയാളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹം വരുന്ന സമയത്ത് ഈ കേരളത്തിലെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ റെസ്പെക്ട് ചെയ്യുന്ന ലീഡർഷിപ്പ് റെസ്പെക്ട് ചെയ്യുന്ന നേതാവ് സുധീരൻ്റെ നിലപാടിനെതിരെ ഇത്ര ശക്തമായി വന്ന് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന രാജൻ ബാബുവിനെ ഈ മുന്നണി നിർത്തുന്നുണ്ടെങ്കിൽ ഇതുവരെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വളരെ കൃത്യമായി ഇവിടെ there is an unholy alliance in between വെള്ളാപ്പള്ളി ആൻഡ് ഉമ്മൻചാണ്ടി. യെസ്, ശ്രീ വിൻസെന്റ്, അവസാനമേ നമുക്ക് തർക്കിക്കാൻ സമയമില്ല. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, രാജൻ ബാബുവിന്റെ വിഷയത്തിൽ അവിടെ കെ ഷാജു തന്നെ പറയുന്നു പല ആവർത്തി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എന്ന്. അങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ആളാണ് എങ്കിൽ കട്ട് ആൻഡ് സ്ട്രേറ്റ് ആയി രാജൻ ബാബുവിന്റെ വിഷയത്തിൽ UDF നിലപാടെടുക്കണം. അതുണ്ടാകുമോ? അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ VSന്റെ ഹർജി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് കോൺഗ്രസിന് സ്റ്റേണായ ഒരു നിലപാടെടുക്കാനാകുമോ? ഇവിടെ സാങ്കല്പിക ലോകത്തു നിന്നാണ് ഇദ്ദേഹം സംസാരിച്ചത്. കൃത്യമായി 2-3 ദിവസങ്ങൾക്കകത്ത് കൃത്യമായി ഈ രാജൻ ബാബു വിഷയത്തിൽ തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തീരുമാനമാണ്. ഇന്നലെ KPCC പ്രസിഡന്റ് മെനഞ്ഞാന്ന് ഇന്നലെ പറഞ്ഞതും ഇന്ന് ആവർത്തിച്ച് കൂടുതൽ ഗൗരവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ട് ആ നിലപാട് ഡൈല്യൂട്ട് ചെയ്തു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? UDFന്റെ ചെയർമാൻ ഇന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനിയും ഡൈല്യൂട്ട് ചെയ്ത് ഇത് മാപ്പ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇവിടെ വെള്ളാപ്പള്ളി നടേശനെതിരായി UDFും കോൺഗ്രസും നിലപാട് സ്വീകരിച്ചത് എന്നാണ്. അദ്ദേഹം സംഘപരിവാറുമായി ബാന്ധവം ആരംഭിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് രാജൻ ബാബുവിന് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധമല്ലേ? CPM നേതാക്കൾക്ക് ബന്ധമല്ലേ? കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമല്ലേ? എല്ലാവർക്കും ബന്ധമുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും അതിനെ ശക്തമായി വെള്ളാപ്പള്ളിക്കെതിരായി നേരത്തെ അദ്ദേഹം പറഞ്ഞതല്ല ദുർബലമായ ന്യായവാദങ്ങളായിരുന്നു. വെള്ളാപ്പള്ളിക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കും, അദ്ദേഹത്തിന്റെ വർഗീയ നിലപാടെടുക്കുകയും ചെയ്യേണ്ടത് രാജൻ ബാബുവിനെതിരെ UDF യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടല്ല, ദുർബലമായ കെ ഷാജുവിന്റെ പാർട്ടിയുടെ മേൽ കുതിര കയറിയിട്ടുമല്ല. ഇവർ ചെയ്യേണ്ടിയിരുന്നു, ഞാൻ പറയട്ടെ, മൈക്രോ ഫിനാൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല, ബോധപൂർവമാണ്. രണ്ടാമത് ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, താങ്കൾ പലപ്പോഴും ഉണ്ടാതിരുന്നല്ലോ ശാശ്വതീകാനന്ദയുടെ മരണം പോട്ടെ. 3 വേറെ പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളിക്കെതിരെ ഇതുവരെ ഇവർ അടങ്ങിയിട്ടില്ലല്ലോ. 904 നിയമനങ്ങളാണ് കോളേജുകളിൽ മാത്രമായി വെള്ളാപ്പള്ളി നടത്തിയത്. 40 മുതൽ 50 ലക്ഷം രൂപ ഓരോരുത്തരിൽ നിന്നും വാങ്ങി. ഇത് സംബന്ധിച്ചൊരു പരാതിയുണ്ട്. ഇത് സംബന്ധിച്ചൊരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ബന്ധപ്പെട്ടവർ പരാതി ഉന്നയിച്ചു. എന്തേ കേസെടുത്തില്ല? കോടികളുടെ അഴിമതിയല്ലേ? ഈ നാട്ടിലെ സാധാരണക്കാരായ ഈഴവ വിഭാഗത്തിൽ തന്നെയുള്ള ദരിദ്രരായിട്ടുള്ള അഭ്യസ്തവിദ്യരിൽ നിന്ന് 40 മുതൽ 50 ലക്ഷം രൂപ വീതം 904 നിയമനം കോളേജ് മാത്രമാണ്. പോളിടെക്നിക്ക്, അവരുടെ മറ്റ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ വേറെ. അപ്പോൾ കോടികളുടെ നിയമനം ഒരു ബാലൻസ് ഷീറ്റിലും ഇത് സംബന്ധിച്ച് കണക്കില്ല. SNDPയുടെ ഒരു ബാലൻസ് ഷീറ്റിലും ഇത് സംബന്ധിച്ച് കണക്കില്ല. നഗ്നമായ അഴിമതി. ഈ സർക്കാർ ഗ്രാന്റോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇത്രയും കോടി കട്ടെടുത്തിട്ട് ഈ ഗവൺമെന്റ് ഇത്രയും ദിവസമായി ഒരു കടലാസ് പരാതി എന്ത് രജിസ്റ്റർ ചെയ്തില്ല? ഫോണിൽ സംസാരിച്ച ശ്രീ ഗോപൻ, കെ ഷാജു, വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്.